നമസ്കാരം. കണ്ട ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കർഷക പ്രക്ഷോഭത്തെ നേരിടാൻ വൻ സന്നാഹം. ഡൽഹി അതിർത്തിയിൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു. നാളെ 9 മണിക്കൂർ നിരാഹാര സമരമെന്ന് കർഷകർ. രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ധർണ. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ പ്രത്യേക സമിതി രൂപീകരിച്ച് തീരുമാനമെന്നും കർഷകർ. കർഷക സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് എംപിമാർ ജന്തർ മന്ദറിൽ. ജനങ്ങളുടെ ചിന്ത മനസ്സിലാക്കാതെ സർക്കാർ തിരക്കിട്ട് നീങ്ങിയെന്ന് ശശി തരൂർ എംപി. കർഷകരെ സർക്കാർ കേൾക്കണം, പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നും ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ വിധിയെഴുതും. സുരക്ഷ ശക്തമാക്കി. 4 ജില്ലകളിലെ 354 തദ്ദേശ സ്ഥാപനങ്ങളിലെ 6867 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ്. മലബാറിൽ CPIM SDPI ധാരണയെന്ന് മുസ്ലിം ലീഗ്. 62 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുവിഭാഗവും തമ്മിൽ പരസ്പര ധാരണയുണ്ടാക്കിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്. ലീഗിന്റെ ആരോപണം പച്ചക്കള്ളമെന്ന് MV ജയരാജൻ. കോവിഡ് വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് പ്രതിപക്ഷം. UDFും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വോട്ടേഴ്സിനെ സ്വാധീനിക്കാനെന്ന് UDF കൺവീനർ MM ഹസൻ. കേന്ദ്ര സർക്കാർ നൽകുന്ന വാക്സിന്റെ പേരിലാണ് മുഖ്യമന്ത്രി വാഗ്ദാനം നൽകുന്നതെന്ന് BJP. പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡ് വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വിവാദമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. കോവിഡ് ചികിത്സയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. പ്രഖ്യാപനത്തിന് എതിരായ MM ഹസന്റെ പ്രസ്താവന ബാലിശമാണെന്നും CPIM. അറസ്റ്റിലായ ക്യാമ്പസ് ഫണ്ട് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ വൻ തുകയെന്ന് എൻഫോഴ്സ്മെന്റ്. 2,21,00,000 കണ്ടെത്തിയെന്ന് ED. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ ഹത്രാസിലേക്ക് പോയത് റൌഫ് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരമെന്നും റിമാൻഡ് റിപ്പോർട്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തമാശയെന്ന് പ്രതിപക്ഷ നേതാവ്. കത്തയച്ചത് പ്രതികളെ രക്ഷിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗം. വമ്പന്മാർ കുടുങ്ങുമെന്നായപ്പോൾ മുഖ്യമന്ത്രി നിലവിളിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയ പള്ളികളിൽ പ്രവേശിക്കാൻ യാക്കോബായ വിഭാഗത്തിന്റെ ശ്രമം. മുളന്തുരുത്തി പള്ളിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. എറണാകുളം വടവുകോടും തൃശൂർ മാന്നാമംഗലത്തും പ്രതിഷേധം. അനാവശ്യ സമരമുണ്ടാക്കാൻ അനുവദിക്കില്ലെന്ന് ഓർത്തഡോക്സ് സഭ. കൊച്ചിയിൽ പൂട്ടിയിട്ട ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണു പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിനി മരിച്ചു. അന്യായമായി തടഞ്ഞുവെച്ചതിന് ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ കേസ്. ഇംതിയാസ് അഹമ്മദ് ഒളിവിലെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തും. സംസ്ഥാനത്ത് 4,698 പേർക്ക് കൂടി കോവിഡ്. 4,034 പേർക്ക് സമ്പർക്ക രോഗബാധ. 5,258 പേർക്ക് രോഗമുക്തി. 29 മരണം കൂടി സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി വീണ്ടും 10% കടന്നു. മൺറോത്തുരുത്തിലെ മണിലാലിന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമെന്ന് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവ പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ അത് രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. BJP അക്രമം സംഘടിപ്പിച്ച് അസ്തിത്വമുറപ്പിക്കുകയാണ്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുമ്പോൾ കാര്യങ്ങൾ പുറത്തുവരുമെന്നും A വിജയരാഘവൻ. ഇടുക്കി, മൂന്നാർ, വാഗമൺ എന്നിവിടങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച റവന്യൂ വകുപ്പ്. 96 ഏക്കറിൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ ഭൂമി പിടിച്ചെടുത്തു. സമീപകാലത്ത് നടന്ന വലിയ കയ്യേറ്റം ഒഴിപ്പിക്കലുകളിൽ ഒന്നാണിത്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ കലാശക്കെട്ടിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 200 പേർക്കെതിരെ കേസ്. ടൗൺ പോലീസിന്റെ നടപടി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം. പ്രമുഖ കാർഷിക വിദഗ്ധൻ R ഹേലി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ആലപ്പുഴയിലെ വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. മലയാളത്തിൽ ഫാം ജേർണലിസത്തിന് തുടക്കമിട്ടത് കൃഷിവകുപ്പ് മുൻ ഡയറക്ടറായിരുന്ന R ഹേലിയാണ്. അന്തരിച്ച സാഹിത്യകാരൻ UA ഖാദറിന് നാടിന്റെ അന്ത്യാഞ്ജലി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കോഴിക്കോട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തിക്കോടി മീത്തല ജുമാ മസ്ജിദിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പ്ലാസ പിരിവിനെതിരെ നൽകിയ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ദേശീയപാതയുടെ നിർമ്മാണത്തിന് ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ തുക പിരിച്ചെടുത്തതായുള്ള വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഹർജി. മുഖ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിക്കുന്നത് മനുഷ്യത്വഹീനമെന്ന് LDF. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഒരുപോലെ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നത് അപഹാസ്യമെന്നും LDF. ദേശീയ വാർത്ത.
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ നിരാഹാര സമരം നടത്തും. കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമരം. ജമ്മുകശ്മീർ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് നടന്നു. 42.79% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്ന് വിവരം. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ടിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിലുണ്ടായ വെടിവെപ്പിൽ 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യം നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിവെപ്പുണ്ടായത്. ഉത്തർപ്രദേശിലെ പുതുതായി നിർമ്മിച്ച സുവോളജിക്കൽ ഗാർഡനായ ഗോരഖ്പൂർ ഗാർഡൻ ജനുവരിയിൽ സന്ദർശകർക്കായി തുറക്കുമെന്ന് സംസ്ഥാന വനം പരിസ്ഥിതി മന്ത്രി ദാരാ സിംഗ്. സംസ്ഥാനത്തെ 3ാമത്തെ സുവോളജിക്കൽ ഗാർഡനാണ് ഗോരഖ്പൂരിലേത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ആയുധം കൈവശം വെക്കൽ നിയമപ്രകാരം 2431 പേർ അറസ്റ്റിലായെന്ന് ഡൽഹി പോലീസ്. വിവിധ കേസുകളിലായി 1702 തോക്കുകൾ കണ്ടെടുത്തതായും പോലീസ്. തമിഴ്നാട്ടിൽ 24 മണിക്കൂറിനിടെ 1195 പോസിറ്റീവ് കേസുകളും 5 മരണവും. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 10115 പേർ. ഒഡീഷയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ വനിതാ മാവോയിസ്റ്റാണ്. മാൽക്കഗരി ജില്ലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് കോവിഡ്. ട്വിറ്ററിലൂടെയാണ് കോവിഡ് ബാധിച്ച വിവരം JP നദ്ദ പുറത്തുവിട്ടത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ CRPF ഉദ്യോഗസ്ഥന് പരിക്ക്. മാവോയിസ്റ്റുകളാണ് ആക്രമണം നടത്തിയത്. പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനെതിരെ മക്കൾ നീതിമയ്യം നേതാവ് കമൽഹാസൻ. രാജ്യം കോവിഡ് സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോൾ പുതിയ പാർലമെന്റ് കെട്ടിടം പണിയുന്നതിന്റെ പ്രസക്തി എന്താണെന്ന് കമൽഹാസൻ. കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചാബ് ജയിൽ DIG രാജിവെച്ചു. ലഖ്മിന്ദർ സിംഗ് ജാഖറാണ് രാജിവെച്ചത്. ഡൽഹിയിലെത്തി സമരത്തിന്റെ ഭാഗമാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജാഖർ. TRP വാദവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ റിപ്പബ്ലിക് TV CEO വികാന്ത് ഗജ്ജദാനിയെ ചൊവ്വാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. TRP കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അർണബിന്റെ ഹർജി ബോംബെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ്. ഹൈദരാബാദിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ച് 5 മരണം, ഒരാൾക്ക് പരിക്ക്. ഗോപൻപള്ളി പ്രദേശത്താണ് അപകടമുണ്ടായത്. അമിത വേഗത്തിലെത്തിയ ട്രക്ക് കാറിനെ ഇടിക്കുകയായിരുന്നു. കോവിഡ് ബാധിതർ 14 ദിവസം വീടുകളിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയണമെന്ന് രാജസ്ഥാൻ സർക്കാർ. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കോവിഡ് ബാധിച്ചവരുടെ വീടുകൾക്ക് മുന്നിൽ സ്റ്റിക്കർ പതിക്കില്ലെന്നും സർക്കാർ. ജമ്മുകശ്മീരിലെ ദാൽ തടാകത്തിൽ BJP പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും സഞ്ചരിച്ച ബോട്ട് മുങ്ങി. ജില്ലാ വികസന സമിതിയിലേക്കുള്ള BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് അപകടം. രാജ്യത്ത് 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ മരണനിരക്കിൽ കുറവെന്ന് റിപ്പോർട്ടുകൾ. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് ഇപ്പോഴും പ്രതിസന്ധിയായി നിലനിൽക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ. കോവിഡ് ബാധിതനായ ഹരിയാന ആരോഗ്യമന്ത്രി അനിൽ വിജിനെ റോഹ്തക്കിലെ PGIMS ആശുപത്രിയിലേക്ക് മാറ്റി. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അന്തർദേശീയ വാർത്തകൾ. അമേരിക്കയിൽ ആദ്യഘട്ട കുത്തിവയ്പ്പിനായുള്ള 30 ലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകൾ രാജ്യത്തെത്തി. നാളെ മുതൽ ഫൈസർ വാക്സിന്റെ കുത്തിവയ്പ് തുടങ്ങും. ഫൈസർ വാക്സിന് അടിയന്തര ഉപയോഗത്തിനായി അനുമതി നൽകിയത് ഇന്നലെ. ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിച്ച് അമേരിക്കയിൽ നടന്ന റാലിക്കിടെ 4 പേർക്ക് കുത്തേറ്റു. 4 വർഷം കൂടി ഡൊണാൾഡ് ട്രംപിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. ജർമ്മനിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. അവശ്യ സേവനങ്ങൾക്ക് പുറമെയുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടും. പുതിയ നിയന്ത്രണം ജനുവരി 10 വരെ. ചൈനയുടെ സിനോഫോം കോവിഡ് വാക്സിന് ബഹ്റൈൻ അംഗീകാരം നൽകി. ബഹ്റൈനിൽ നടത്തിയ വാക്സിൻ 3ാം ഘട്ട പരീക്ഷണം 86% വിജയമാണെന്ന് വിലയിരുത്തൽ. ബ്രെക്സിറ്റിൽ ചർച്ച തുടരാനുള്ള തീരുമാനത്തെ അംഗീകരിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും യൂറോപ്യൻ യൂണിയനും ഞായറാഴ്ചയോടെ ചർച്ച അവസാനിപ്പിക്കുമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. ചർച്ചയിൽ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കാലാവധി നീട്ടിയത്. അമേരിക്കയിൽ സ്മാർട്ട് ഫോണിലൂടെ കോവിഡ് പരിശോധന നടത്താൻ സാധിക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുമായി ശാസ്ത്രലോകം. പരിശോധനാ ഫലം 15 മിനിറ്റിനുള്ളിൽ ലഭ്യമാകും. ഓസ്ട്രേലിയയിലെ കിഴക്കൻ തീരത്ത് വെള്ളപ്പൊക്കം. ന്യൂ സൗത്ത് വെയിൽസ്, ക്വീൻസ്ലാൻഡ് എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. മേഖലയിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. നഗർനോ കറാബാഖ് മേഖലയിൽ വീണ്ടും അർമേനിയ അസർബൈജാൻ സംഘർഷം. 4 സൈനികർ കൊല്ലപ്പെട്ടതായി അസർബൈജാൻ.
റഷ്യയുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ മാസം ഇരു വിഭാഗങ്ങളും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. മെക്സിക്കോയിൽ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധന. 24 മണിക്കൂറിനിടെ 12,057 പേർക്ക് കൂടി കോവിഡ്. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 12,41,436. ബ്രസീലിൽ ദേശീയ കോവിഡ് വാക്സിനേഷൻ പദ്ധതി ആരംഭിച്ചു. പദ്ധതിയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മാർഗരേഖ പുറത്തിറക്കി. വാക്സിൻ വിതരണത്തിൽ പ്രായമുള്ളവരും ആരോഗ്യ പ്രവർത്തകരും മുൻഗണനാ വിഭാഗത്തിൽ. ഫ്രാൻസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകന് ഇറാൻ വധശിക്ഷ നൽകി. അമാദ് ന്യൂസ് നെറ്റ്വർക്ക് ഡയറക്ടർ റുഹൾ അസാമാണ് കൊല്ലപ്പെട്ടത്. 2017 സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്തുവെന്നാരോപിച്ചായിരുന്നു നടപടി. ആണവ ശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫക്രസാദയ്ക്ക് സൈനിക ബഹുമതി നൽകി ഇറാൻ. മരണാനന്തര ബഹുമതിയാണ് നൽകിയത്. മൊഹസിൻ ഫക്രസാദയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ചാരസംഘടനയാണെന്നാണ് ഇറാന്റെ ആരോപണം. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ബോംബ് സ്ഫോടനം. 25 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. റാവൽപിണ്ടി ഗഞ്ച്ബന്ദി പോലീസ് സ്റ്റേഷൻ സമീപമാണ് സ്ഫോടനമുണ്ടായത്. പ്രശസ്ത ഹോളിവുഡ് നടി കരോൾ സൾട്ടൺ കോവിഡ് ബാധിച്ച് മരിച്ചു. 76 വയസ്സായിരുന്നു. നിരവധി ഹോളിവുഡ് സിനിമകളിലും TV സീരീസുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇസ്രയേലും ഭൂട്ടാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. വികസന കാർഷിക മേഖലയിൽ ഭൂട്ടാനെ സഹായിക്കാൻ രാജ്യത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഫ്രോ അമേരിക്കൻ ഗായകൻ ചാർലി പ്രൈഡ് കോവിഡ് ബാധിച്ച് മരിച്ചു. 86 വയസ്സായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വീണ്ടും സ്ഫോടനം. സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു. 24 മണിക്കൂറിനിടെ കാബൂളിൽ നടക്കുന്ന രണ്ടാമത്തെ സ്ഫോടനമാണിത്. സ്ഫോടനത്തിന് ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. സ്വിറ്റ്സർലൻഡിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്നാവശ്യപ്പെട്ട ആശുപത്രികൾ. കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. 4000-ലധികം അടിയന്തര ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ട സാഹചര്യം വന്നതായും ആശുപത്രികൾ. വെർജിൻ ഗാലക്റ്റിക്സിന്റെ പാസഞ്ചർ വിമാനമായ സ്പേസ് ഷിപ്പ് 2 പരീക്ഷണ പറക്കൽ നിർത്തിവെച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് യാത്ര മാറ്റിയത്. 2 പൈലറ്റുമാരും സുരക്ഷിതർ. ജില്ലാ വാർത്തകൾ. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എക്സൈസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 2 കിലോ കഞ്ചാവ് കണ്ടെത്തി. സംഭവത്തിൽ നെടുമങ്ങാട് സ്വദേശികളായ റാഷിദ്, ഷിനു എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പിടിയിലായത് നെടുമങ്ങാടും സമീപ പ്രദേശങ്ങളിലും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികൾ. തിരുവനന്തപുരം അരുവിക്കരയിൽ അമൃത് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന ജലശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. പൈപ്പുകൾ ബന്ധിപ്പിക്കുന്ന ജോലിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. തിരുവനന്തപുരത്തെ കോവളം ബീച്ചിൽ ലൈഫ് ഗാർഡുകളെ ആക്രമിച്ച് 2 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് കവടിയാർ സ്വദേശികളായ വിപിൻ, വിഷ്ണു എന്നിവർ. അപകട മേഖലയിൽ കുളിക്കുന്നത് വിലക്കിയതിനാണ് ലൈഫ് ഗാർഡുകളെ ആക്രമിച്ചത്. തിരുവനന്തപുരത്ത് സ്ത്രീകൾ ജോലി ചെയ്യുന്ന സർക്കാർ സ്ഥാപനത്തിന് സമീപം ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതായി പരാതി. വാമനപുരം കതിരവിള ഖാദി ബോർഡിന് സമീപത്താണ് മാലിന്യം തള്ളുന്നത്. തിരുവനന്തപുരം കല്ലിയൂർ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധം. വില്ലേജ് ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഉപവാസ സമരവുമായി പ്രദേശവാസികൾ. കൊല്ലം ജില്ലയിൽ ഇന്ന് 269 പേർക്ക് കോവിഡ്. 262 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെ. 2 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. തെന്മല ഉൾപ്പെടുന്ന പുനലൂരിന്റെ കിഴക്കൻ മേഖലയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ വണ്ടികളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നുവെന്നാണ് പരാതി. അറവ് മാലിന്യം, ബാർബർ ഷോപ്പുകളിലെ മുടി ഉൾപ്പെടെയുള്ളവയാണ് കല്ലടയാറ്റിന്റെ തീരങ്ങളിൽ തള്ളുന്നത്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണലിന് 16 കേന്ദ്രങ്ങളിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി. റിട്ടേണിംഗ് ഓഫീസർമാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് പരിശീലനം നൽകി. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 218 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 203 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 15 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 425 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് പിന്തുണയുമായി കർഷക തൊഴിലാളി ഫെഡറേഷൻ. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 229 പേർക്ക് കോവിഡ്. 204 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 198 പേർ ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടി.
പത്തനംതിട്ട ജില്ലയിൽ ഒന്നാം വിള നെല്ല് സംഭരണത്തിന് രജിസ്ട്രേഷൻ കാലാവധി ചൊവ്വാഴ്ച അവസാനിക്കും. ഈ മാസം അവസാനം വരെ കൊയ്ത്ത് വരുന്ന പ്രദേശങ്ങളിലെ കർഷകർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സപ്ലൈകോ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. കോട്ടയം ജില്ലയിൽ 416 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 414 പേർക്കും സമ്പർക്ക രോഗബാധ. 455 പേർക്ക് ഇന്ന് രോഗമുക്തി. കോട്ടയം വെച്ചൂർ പൊന്നങ്കരി പോട്ടക്കരി പാടശേഖരത്തിലെ നെൽകൃഷി വിളവെടുപ്പിൽ കർഷകർക്ക് കനത്ത നഷ്ടം. കഴിഞ്ഞ തവണ ഏക്കറിന് 22 ക്വിന്റൽ നെല്ല് ലഭിച്ച കർഷകർക്ക് ഇക്കുറി ലഭിച്ചത് 2 ക്വിന്റൽ മാത്രം. ഇടുക്കി ജില്ലയിൽ 222 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 209 പേർക്ക് സമ്പർക്ക രോഗബാധ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഒരാൾക്കും വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും രോഗബാധ. ഇടുക്കി പീരുമേട് ടീ കമ്പനിക്ക് പൂട്ടുവീണിട്ട് ഇന്ന് 20 വർഷം. 2 പതിറ്റാണ്ടായിട്ടും കമ്പനി തുറക്കുന്നതിൽ ഇനിയും തീരുമാനമായില്ല. പീരുമേട് ടീ കമ്പനിയുടെ ഡിവിഷനുകളായ ചീന്തലാർ, ലൗണ്ട്രി എസ്റ്റേറ്റുകൾ ഉടമ ഉപേക്ഷിച്ചു പോയതോടെ നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. ഇടുക്കി കാൽവരി മൗണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ടൂറിസം അമ്യൂണിറ്റി സെന്റർ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയെന്ന് പരാതി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 3 നില കെട്ടിടമാണ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായത്. ഇടുക്കി വാഴത്തോപ്പിൽ സ്പിരിറ്റ് കൈമാറുന്നതിനിടെ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് വടക്കേ മണ്ഡപത്തിൽ തോമസ് ഫ്രാൻസിസ്, കല്ലിങ്കൻ ജോയി എന്നിവർ. BJP എറണാകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലിങ്ക് ഹെറിസൺ ഫ്ളാറ്റിൽ 2ാം ഘട്ട സമരം നടത്തി. തമിഴ്നാട് സ്വദേശിനി കുമാരിയുടെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് ആവശ്യം. എറണാകുളം പെരുമ്പാവൂർ വളയഞ്ചിറങ്ങരയിൽ തടി ലോറി കനാലിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. എരുമേലി കോയിക്കൽക്കാവ് പ്ലാമൂട്ടിൽ മിഥുനാണ് മരിച്ചത്. തൃശൂർ ജില്ലയിൽ 438 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 417 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 276 പേർക്ക് രോഗമുക്തി. പാലക്കാട് ജില്ലയിൽ ഇന്ന് 307 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 156 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 381 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. മലപ്പുറം ജില്ലയിൽ ഇന്ന് 649 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 608 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 886 പേർക്ക് രോഗമുക്തി. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. 2 വ്യത്യസ്ത സംഭവങ്ങളിലായി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 577 ഗ്രാം സ്വർണവും 136 ഗ്രാം സ്വർണ്ണ മിശ്രിതവും എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. ജിദ്ദയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി നവാസ്, ദുബായിൽ നിന്നെത്തിയ കർണാടക സ്വദേശി അബ്ദുള്ള എന്നിവർ പിടിയിൽ. 4ാം സിദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വയനാട് ട്രൈബൽ കോളനികളിൽ വളരുന്ന ഔഷധ സസ്യങ്ങളുടെ പ്രദർശനം നടത്തി. വയനാട് ആയുഷ് ട്രൈബൽ മെഡിക്കൽ യൂണിറ്റ് പ്രദർശനത്തിന് നേതൃത്വം നൽകി. നെന്മേനി പുഞ്ചവയൽ കുറുമ കോളനിയിലാണ് ഔഷധ സസ്യ പ്രദർശനം സംഘടിപ്പിച്ചത്. വയനാട് അമ്പലവയലിൽ UDF നേതാവിന്റെ വീടിന് നേരെ കല്ലേറ്. ആക്രമണം അമ്പലവയൽ പഞ്ചായത്ത് 5ാം വാർഡ് UDF ചെയർമാൻ സുബൈർ വയനാടിന്റെ വീടിന് നേരെ. ക്ഷീരകർഷകരെ ആശങ്കയിലാക്കി വയനാട്ടിൽ പശുക്കളിൽ വൈറസ് രോഗം വ്യാപിക്കുന്നു. LSD എന്ന ചർമ്മരോഗമാണ് പശുക്കളിൽ പടർന്നു പിടിക്കുന്നത്. ജില്ലയിൽ 400-ലേറെ പശുക്കളിൽ രോഗം ബാധിച്ചു. വയനാട് കടച്ചിക്കുന്ന് ക്വാറിയിൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ടിപ്പർ ഡ്രൈവർ മരിച്ചതിൽ പ്രതിഷേധവുമായി സംഘടനകൾ. അപകട മരണത്തിന് ദുരന്ത നിവാരണ അതോറിറ്റിക്കും നിയമവിരുദ്ധ ക്വാറിക്ക് ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രകൃതി സംരക്ഷണ സമിതി. ക്വാറി പൂട്ടണമെന്നാവശ്യപ്പെട്ട് സമിതി കളക്ടർക്ക് നിവേദനം നൽകി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 612 പേർക്ക് കോവിഡ്. 598 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 686 പേർക്ക് രോഗമുക്തി. കോഴിക്കോട് മുടപ്പിലാവിൽ മത്തത്ത് താഴവയൽ നീർപ്പാലം തൂൺ ബലപ്പെടുത്തി പുതുക്കി പണിതാൽ മതിയെന്ന് ജലസേചന വകുപ്പിന്റെ വിലയിരുത്തൽ. കുറ്റ്യാടി ജലസേചന പദ്ധതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി തൂണുകൾ പരിശോധിച്ചു. തൂണുകൾ ബലപ്പെടുത്താനുള്ള 10 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷൻ പെട്രോളിയം ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു. ഔട്ട്ലെറ്റിൽ നിന്ന് പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണം ആരംഭിച്ചു. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സുരക്ഷാ നടപടികൾ ശക്തം. പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വീഡിയോ നിരീക്ഷണം ഏർപ്പെടുത്തും. ജില്ലാ പോലീസിന് പുറമെ മാഹി പോലീസിന്റെയും എക്സൈസ് അധികൃതരുടെയും സഹകരണത്തോടെ വാഹന പരിശോധന കർശനമാക്കി. കണ്ണൂർ ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ജില്ലയിൽ 20 കേന്ദ്രങ്ങളിലൂടെയാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് കൈമാറിയത്. കാസർഗോഡ് ജില്ലയിൽ പുതുതായി 74 പേർക്ക് കൂടി കോവിഡ്. സമ്പർക്കത്തിലൂടെ 69 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 47 പേർക്ക് രോഗമുക്തി. ഇനി ഫാക്ട് ചെക്ക്.
ഫൈസർ വാക്സിൻ സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്ന പ്രചാരണം വ്യാജം. ഫൈസറിലെ ഗവേഷക വിഭാഗം തലവന്റെ പേരിലാണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. എന്നാൽ വാക്സിൻ പരിശോധന നടത്തിയവരിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് ഫൈസൽ അധികൃതർ. പുതുവർഷത്തിൽ ഡബിൾ ഡെക്കർ ട്രെയിൻ കേരളത്തിൽ ഓടിത്തുടങ്ങുന്നു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ്. വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥയിലേക്ക്. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ അടുത്ത വർഷം മുതൽ ഡബിൾ ഡെക്കർ ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത്. ചിത്രത്തോടൊപ്പം പ്രചരിക്കുന്ന വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ പരിശോധനയിൽ ഇങ്ങനെ ഒരു വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. സർവീസ് സംബന്ധമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല. ചെന്നൈയിൽ നിന്നാണ് ഇത്തരമൊരു നിർദ്ദേശം വരേണ്ടത്. ഇത് സംബന്ധിച്ച തീരുമാനങ്ങളൊന്നും റെയിൽവേ ബോർഡ് യോഗത്തിൽ കൈക്കൊണ്ടിട്ടില്ലെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. അതേസമയം തിരക്കുള്ള റൂട്ടുകളിൽ ഡബിൾ ഡെക്കർ ട്രെയിനുകൾ ഓടിക്കുന്നത് സംബന്ധിച്ച ഒരു ശുപാർശ റെയിൽവേയുടെ പരിഗണനയിലുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും റെയിൽവേ ഡിവിഷണൽ അധികൃതർ പറയുന്നു. നിലവിൽ ഇന്ത്യയിൽ ഡബിൾ ഡെക്കർ ട്രെയിനുകൾ ഓടുന്നത് ബാംഗ്ലൂർ സിറ്റി കോയമ്പത്തൂർ റൂട്ടിലും വിശാഖപട്ടണം വിജയവാഡ റൂട്ടിലുമാണ്. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ അടുത്ത വർഷം മുതൽ ഇപ്പോൾ കിട്ടിയത് ഡൽഹിയിൽ 1984 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 33 മരണം. നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 16,785. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഗുജറാത്ത് സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ഓർമ്മക്കുറിപ്പ് പുറത്തിറങ്ങുന്നതിന് മുൻപ് പ്രതികരിക്കാൻ ഇല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം വീരപ്പ മൊയ്ലി. ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന ഓർമ്മക്കുറിപ്പ് ജനുവരിയിലാണ് പുറത്തിറങ്ങുന്നത്. ഓർമ്മക്കുറിപ്പിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവർക്കെതിരെ വിമർശനമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഡൽഹിയിലെ ഗാസിപൂരിലെ മാലിന്യ കൂമ്പാരം 2024 പൂർണ്ണമായും സംസ്കരിക്കുമെന്ന് കിഴക്കൻ ഡൽഹി MP ഗൗതം ഗംഭീർ. മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി അതൃപ്തി അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന് ഡോക്ടർ MK മുനീർ MLA. നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. വോട്ടേഴ്സിനെ സ്വാധീനിക്കാനാണ് മുഖ്യമന്ത്രിയുടെ സൗജന്യ വാക്സിൻ പ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് മെഷറിംഗില്ലെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം ചട്ടലംഘനമാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കും.